السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات وبإنعامه تتحقق المقاصد والغايات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ അവന്റെ അടുക്കൽ പൊരുത്തമുള്ള ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും സ്വായത്തമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ പ്രതിഫലമായ റമദാനിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തടയാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനിന്റെ അധ്യാപനങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അധ്യാപനങ്ങളുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, അവന്റെ വീക്ഷണം, അവന്റെ മനോഭാവം എന്താകണം എന്നതിനെ കുറിച്ച് പല സന്ദർഭങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈമാനാണ്. അമലുകൾ രണ്ടാമതാണ്. ഈമാൻ ഇല്ലാത്ത അമലുകൾക്ക് അല്ലാഹുവിന്റെ പക്കൽ സ്വീകാര്യത ഉണ്ടാകില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അതൊരു കേവല വിശ്വാസമായി അവശേഷിക്കൽ മാത്രമല്ല, ഒരു മുഅ്മിനും കാഫിറും തമ്മിൽ വേർതിരിയുന്ന അനേകം ഘടകങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മുഅ്മിനായ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്നതും അവിശ്വാസികൾക്ക് അനുഭവിക്കാൻ കഴിയാത്തതുമായ അനേകം ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ ദുആകളിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പരലോകത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ. പരലോകമുണ്ട്, പരലോകത്ത് മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കപ്പെടും, അവിടെ വിചാരണയുണ്ട്, ആ വിചാരണയ്ക്ക് ശേഷം സ്വർഗ്ഗ നരകങ്ങളുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന് ശേഷമുള്ള ഒരു അനന്തര ലോകത്തെ കുറിച്ച് കൃത്യമായ വീക്ഷണം നൽകാൻ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ, ഇസ്ലാമിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതില്ലാതെ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം ഈ പരലോകമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് വളരെ ക്ഷണികമാണ്, സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ജീവിതം പോലെയാണ് ആഖിറത്തിലേക്ക് നോക്കിയാൽ. പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അവൻ ഈ ഭൂമിയിൽ പ്രതീക്ഷയോടെ ജീവിക്കാൻ കഴിയില്ല. പ്രതീക്ഷയോടെ ജീവിക്കാൻ കഴിയും. പരലോകമാണ് നീതിയുടെ ലോകം. പരലോകമാണ്. ഭൂമിയിൽ നീതിയല്ല ഉള്ളത്, ഭൂമിയിൽ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. നോക്കൂ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഭരണാധികാരികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? ഹിറ്റ്ലർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ മുസോളിനിയെ പോലെയുള്ള, ചെഷസ്ക്യൂവിനെ പോലെയുള്ള വലിയ ക്രൂരരായ ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. അതിനു മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറോവ കഴിഞ്ഞുപോയി. അവരൊക്കെ ഈ ഭൂമിയിൽ ചെയ്തു വെച്ച അതിക്രമങ്ങൾക്ക്, അവരുടെ ക്രൂരതകൾക്ക് ഇരയായ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് എന്ത് പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്? ഹോളോകാസ്റ്റിൽ പെട്ടുപോയ മനുഷ്യർക്ക് എന്ത് പ്രതീക്ഷയാണ് ഈ ഭൂമിയിലുള്ളത്? 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ആക്രമണങ്ങൾ, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഉണ്ടായി. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും കോളനിവൽക്കരണം നടന്നു. ആ കോളനിവൽക്കരണങ്ങൾക്കിടയിൽ, നീരാളിപ്പിടുത്തത്തിനിടയിൽ പെട്ട ജീവികളെ പോലെ മനുഷ്യർ ഞെരിഞ്ഞ് ജീവിക്കുകയാണ് കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായി. നമ്മളൊക്കെ ഒരു അടിമത്തത്തിന്റെ പിടിയിലാണ്, ഒരു നീരാളിപ്പിടുത്തത്തിന്റെ പിടിയിലാണ്. ഇങ്ങനെ മനുഷ്യർ ദുർബലരായി, മനുഷ്യർ വാട്ടിയോടിക്കപ്പെട്ട്, അവഗണിക്കപ്പെട്ട്, ഞാൻ ഈ പറയുന്ന നേരത്ത് പോലും കോടിക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായിട്ട് ഈ ഭൂമിയിലുണ്ട്. മേൽവിലാസമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്.
ജീവിതത്തിൽ ഭൂമിയിലെ ഏത് വഴിയിലൂടെ നടന്നുപോയാലും അവരെ എടുത്തുകൊണ്ടുപോയി ജയിലറകളിലേക്ക് എറിയപ്പെടുകയും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുക പോലും ചെയ്യപ്പെടാത്ത രീതിയിൽ ജീവിക്കുന്ന അനേക കോടി മനുഷ്യർ ഭൂമിയിലുണ്ട്. നമ്മൾ സംസാരിക്കുന്ന നേരത്ത് പോലും ഇന്ത്യയിൽ തന്നെ ഓരോ ദിവസവും എത്ര മനുഷ്യരെയാണ് കാണാതെയാവുക. കാണാതായ മനുഷ്യർക്ക് വേണ്ടി തിരയാറുണ്ട്. ആരാണ് തിരയുന്നത്? മേൽവിലാസമുള്ളവർക്ക് വേണ്ടി മാത്രമേ തിരച്ചിൽ നടക്കൂ. മേൽവിലാസമില്ലാതെ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന, അലയാൻ വിധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി തിരയാനോ അന്വേഷിക്കാനോ ഒരാളും ഉണ്ടാകില്ല. ഓരോ ദിവസവും നൂറുകണക്കിന് മനുഷ്യർ അപ്രത്യക്ഷമാകുന്നുണ്ട് ഇന്ത്യയിൽ. കേസുകളില്ല, അന്വേഷണങ്ങളില്ല. എന്തിനാ ഇന്ത്യയുടെ കാര്യം പറയുന്നു? കേരളത്തിൽ തന്നെ കാണാതാകുന്ന മനുഷ്യരെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് വന്നിരുന്നില്ലേ? നരഹത്യക്ക് വിധേയമാക്കപ്പെടുന്നു എന്ന് സംശയിക്കപ്പെടുന്നു എന്ന് വന്നില്ലേ? എറണാകുളത്തെ സിറ്റി പോലീസ് സ്റ്റേഷനിൽ എഴുതപ്പെട്ട രേഖകളെ കുറിച്ച് വിവരം വന്നിരുന്നു. കാണാതെയായ മനുഷ്യരെ കുറിച്ച് കേരളത്തിൽ. അവരെ കാണാതായതിനെ കുറിച്ച് പരാതിയേ ഉള്ളൂ. അവരെ അന്വേഷിക്കാൻ ആളില്ല. മേൽവിലാസമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഇന്നുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഭൂമിയിലുള്ള ആകെയുള്ള പ്രതീക്ഷ എന്താ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക്, വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടി വരും എന്നൊറ്റ വിചാരമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഈ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ അനക്കങ്ങളെയും സർവൈലൻസ് ചെയ്യുന്ന ഒരു റബ്ബുണ്ട്. ആ പ്രതീക്ഷയിലും ആ വിചാരണയിലുമാണ് മുഅ്മിനീങ്ങളുടെ എന്നല്ല ലോക മനുഷ്യരുടെ തന്നെ ജീവിതത്തിന്റെ നിദാനം. അതില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷയില്ല. അബൂജഹലിന്റെ പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷ നാളെയുള്ള ആഗ്രഹമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്ന ഒരു ക്രിമിനലായ, ഒരു കുറ്റകൃത്യം നടത്തിയ ഭരണാധികാരിക്ക് ഭൂമിയിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കാൻ കഴിയുന്നത് ഒരു കൊലക്കയർ മാത്രമാണ്. 10,000 മനുഷ്യരെ കൊന്നവന് ഒരൊറ്റ കൊലക്കയർ കൊടുത്താൽ അത് നീതിയല്ല, നടപ്പാക്കാൻ കഴിയുന്നില്ല. എന്നാൽ 10,000 മനുഷ്യരെ കൊന്നവന് 10,000 കൊലക്കയർ നൽകപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതാണ് റബ്ബിന്റെ വിചാരണയുടെ വേള. 10,000 മനുഷ്യരെ കൊലപ്പെടുത്തിയ ഓരോ ക്രിമിനലുകൾക്കും അവരുടെ ക്രൈമിന്റെ തോതനുസരിച്ചുകൊണ്ട് വിചാരണ ചെയ്യപ്പെടുകയും ആ വിചാരണക്കനുസരിച്ചുകൊണ്ട് ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകമുണ്ട്. ആ ലോകമാണ് പരലോകം. പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും അടിത്തറ. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ മുഅ്മിനായ മനുഷ്യന് ആ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭൂമിയിൽ വരുന്ന അനേകം വേലിയേറ്റങ്ങളുണ്ട്. ഭൂമിയിൽ 50-60 കൊല്ലത്തെ ജീവിതങ്ങൾക്കിടയിൽ എന്തൊക്കെ വേലിയേറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? സന്തോഷം 1 മണിക്കൂർ, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ 10 കൊല്ലം, സന്താപത്തിന്റെ 20 കൊല്ലം, നഷ്ടങ്ങളുടെ 20 കൊല്ലം, ലാഭങ്ങളുടെ 10 കൊല്ലം, ബാല്യവും യൗവനവും കൗമാരവും മധ്യവയസ്കതയും ഒക്കെ നഷ്ടപ്പെട്ടത് തളർച്ചയിലാണ്, ദാരിദ്ര്യത്തിലാണ്, അനാരോഗ്യത്തിലാണ്. വാർദ്ധക്യത്തിൽ മരണത്തെ കാണുന്ന നേരത്ത് മാത്രം നിഅ്മത്തുകൾ ലഭിക്കുന്ന, സമ്പത്ത് ലഭിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം ബാല്യ കൗമാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് പട്ടിണിയിലാണ്. അവർക്ക് സൗഭാഗ്യങ്ങൾ ലഭിച്ചത് വാർദ്ധക്യത്തിലാണ്. അവർ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് നിരാശ മാത്രമായിരിക്കും. നിരാശയില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയണമെങ്കിൽ അവന് ഭൗതിക ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നന്നായിരിക്കണം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുഅ്മിനിന്റെയും കാഫിറിന്റെയും വീക്ഷണങ്ങൾ വ്യത്യാസമാണ്. കാഴ്ചപ്പാടുകൾ, ലോകവീക്ഷണങ്ങൾ നിർണയിക്കപ്പെടണം. ഒരു മുഅ്മിനിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു മുഅ്മിൻ ഈ ഭൂമിയിൽ കാറ്റിലാടുന്ന മരങ്ങളെ പോലെയാണ്. അതൊരു നേർത്ത മരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി, മസലുൽ മുഅ്മിനി കമസലിൽ ഖാമ. ഒരു നേർത്ത മരമാണത്. പക്ഷെ ആ മരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര വലിയ കാറ്റുകൾ അതിനെ മേൽ വന്ന് പതിച്ചാലും അത് ഭൂമിയോളം താഴുന്ന പോലെ അത് മറിഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ അടുത്ത കാറ്റിന് ഇങ്ങോട്ട് തന്നെ വരും. എത്ര കാറ്റുകൾ വന്നാലും, പേമാരികൾ വന്നാലും, എത്ര വലിയ മലവെള്ള പാച്ചിലുകൾ വന്നാലും അതിന്റെ വേരിളകി പോകില്ല. ആടി ഒലയുന്നുണ്ടാകും. പക്ഷേ ശാന്തമായാൽ, അന്തരീക്ഷം ശാന്തമായാൽ ആ മരവും ശാന്തമാകും. ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ആ മുഅ്മിനായ മനുഷ്യന് സന്തോഷങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകും, സന്താപങ്ങളുടെ മലവെള്ള പാച്ചിലുകൾ വരും.
അതിനിടയിൽ കടപുഴകി പോകാതെ ഈമാനാകുന്ന കട ഇളകി പോകാതെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അവനാണ് ഭൂമിയിൽ വിജയിച്ച വിശ്വാസി. എന്നാൽ പുറത്ത് ഞാൻ മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുകയും ഉള്ളിൽ ഈമാനിന്റെ അടിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്ത ആളുകളുണ്ട്. അവരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുനാഫിഖ് എന്നാണ്. മുനാഫിഖിന്റെ പ്രത്യേകത അവന്റെ പേര് മുസ്ലിമിന്റെ പേരാണ്. അവന്റെ SIR നോക്കിയാൽ അവന്റെ കുടുംബവും അവന്റെ മേൽവിലാസവും ഇസ്ലാമാണ്. അവന്റെ പ്രവർത്തനങ്ങൾ മുസ്ലിമിന്റെ പ്രവർത്തനങ്ങളാണ്. പക്ഷേ കമസലിൽ ഉർസത്തിൽ മുജ്ദിയ അല്ലതി ലാ യുസീബുഹാ ശൈ ഹത്താ യകൂന ജഅഫുഹാ മറത്തൻ വാഹിദ. ഒരൊറ്റ മലവെള്ളപ്പാച്ചില് ഒരു ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് കേട്ടാൽ തന്നെ അത് ഒരു മലവെള്ളപ്പാച്ചിൽ അവന്റെ ദേഹത്ത് തട്ടിയാൽ ആ മരം കടപുഴകി മറിഞ്ഞു പോകുന്ന മരമാണ്. അതിനു സമാനമാണ് ഒരു മുനാഫിഖായ മനുഷ്യൻ. ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ, ഒരു കഷ്ടപ്പാട് വരുമ്പോ, ഒരു വേദന വരുമ്പോൾ അവിടെ ഈമാനിന് പരിക്കേൽക്കുന്ന മനുഷ്യര്, ഒരു വേദന വരുമ്പോൾ ഈമാനിന് പരിക്കേൽക്കുന്നവർ, ഒരുപാട് നിഅമത്തുകൾ റബ്ബ് കൊടുത്തിട്ടുണ്ട്, കാണാൻ കാഴ്ച കൊടുത്തിട്ടുണ്ട്, ഈ മനോഹരമായ ദൃശ്യപ്രപഞ്ചത്തെ കാണാനുള്ള കണ്ണു കൊടുത്തിട്ടുണ്ട്, കാതും അവന്റെ കൈകൾക്കും കാലുകൾക്കും ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവര് പെട്ടെന്നൊരു ദിവസം ഒരു ഷുഗർ വന്നപ്പോ, ഒരു അസുഖം വരുമ്പോഴേക്ക് എന്തേ റബ്ബ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? റബ്ബിനോടുള്ള ചോദ്യമാണ്, ഈമാനിന്റെ കടമുഴക്കുന്ന ചോദ്യങ്ങളാണ്. അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താദിൽ കിതാബുർ റിദ്ദ എന്ന ഒരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിദ്ദത്തിന്റെ ബാബ്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന അധ്യായം എന്നാൽ ആ അധ്യായത്തിൽ പറയുന്ന എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളുണ്ട്. അസ്ഥാനത്ത് പറയുന്ന വാക്കുകൾ, ക്ഷോഭത്തോടെ പറയുന്ന വാക്കുകൾ, ക്ഷുഭിതരായി പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ മനുഷ്യനെ മുർത്തദ്ദാക്കി കളയുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ അവനിൽ നിന്ന് സ്വയം എടുത്തു കളയുന്ന വാക്കുകൾ മനുഷ്യരിൽ നിന്ന് അവരറിയാതെ വന്നു പോകുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിൽ മുഅ്മിനിന്റെ ശീലങ്ങളെ സ്വീകരിക്കുകയും മുനാഫിഖിന്റെ ശീലങ്ങളെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയുകയും ചെയ്യുക എന്നതാണ് ഭൂമിയിൽ മനുഷ്യന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കലില്ല, നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയലല്ല, സകാത്തും ഹജ്ജും നിർവഹിക്കാൻ സാധ്യമാകലല്ല. ഏത് പരിതസ്ഥിതിയിലും ഈമാൻ നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കുന്ന വിശ്വാസമാണ്. അതിന് സാധ്യമാകണം. നോർമലായ അവസ്ഥയിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ നിർവഹിക്കുന്ന അമലുകളെക്കാൾ പരിതസ്ഥിതിയിൽ അവൻ നിർവഹിക്കുന്ന അമലുകൾക്ക് കൂലിയുണ്ട്. പരിതസ്ഥിതിയിൽ അവൻ നിർവഹിക്കുന്ന അമലുകൾക്ക് കൂലിയുണ്ട്. ഇപ്പൊ പള്ളിയിലെ ഒരു ഉസ്താദ്, ആ ഉസ്താദിന് 5 നേരത്തെ ജമാഅത്ത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. എന്നാൽ ഒരു KSRTC-യിൽ ഡ്രൈവറായിട്ടുള്ള ഒരു മുസ്ലിം, ആ മുസ്ലിമിന് ഒരു പക്ഷേ സമയത്ത് ജമാഅത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിൽ ജമാഅത്തിന് വേണ്ടി പ്രാണപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പള്ളിയിൽ മിഹ്റാബിൽ ഇമാം നിൽക്കുന്ന ഉസ്താദിനേക്കാൾ റബ്ബിന്റെ പക്കൽ കൂലി രേഖപ്പെടുത്തപ്പെടുന്നത് ആ ഉദ്യോഗസ്ഥനായിരിക്കും. ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് ബസ്സിൽ കയറിയപ്പോൾ ഒരു KSRTC-യിലെ ജീവനക്കാരൻ കണ്ടക്ടർ അടുത്തു വന്നിരുന്ന് ചോദിക്കുന്നത്, അദ്ദേഹത്തിന് നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല ഈ ചാവി പൂർത്തിയാകാതെ, അതുകൊണ്ട് ജംആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. ഉദ്യോഗസ്ഥരുടെ തിരക്കിനിടയിലും നിസ്കാരത്തെ കുറിച്ച് ആലോചിക്കുന്നവർ. ആശുപത്രിയിൽ പോയാൽ ഓപിക്കിടയിൽ തന്റെ റൂമിലേക്ക് പോയി മുസല്ല തിരിച്ച് നിസ്കരിക്കുന്ന ഉസ്താദിനെ ഡോക്ടർമാരെ കാണാം. ഞാൻ കണ്ടിരുന്നു, ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്ന നേരത്ത് ഓപിക്കിടയിൽ ആ മനുഷ്യൻ നിസ്കരിക്കാൻ പോകുന്നു, സമയം കണ്ടെത്തി ഖുർആൻ പാരായണം ചെയ്യുന്നു, കയ്യിൽ തസ്ബീഹ് മാറിയെടുത്തിന്റെ ദിക്റുകൾ പഠിക്കുന്നു. പരിതസ്ഥിതിയിൽ നിർവഹിക്കുന്ന അമലുകൾക്ക് റബ്ബിന്റെ പക്കൽ വലിയ പ്രതിഫലങ്ങളുണ്ട്. അത് മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടലാണ്. എല്ലാത്തിനെയും മനുഷ്യനുണ്ടാകുന്ന നെഗറ്റീവായ അവസരങ്ങളെ പോലും അതിനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കുന്നവനാണ് ഒരു മുഅ്മിൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മനുഷ്യനെ അവന്റെ മുഅ്മിനിനെ അവന്റെ ലോകത്തെ കുറിച്ചുള്ള വീക്ഷണം പ്രധാനമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരെ പഠിപ്പിക്കുന്നത് കാണാം. തങ്ങളുടെ അധ്യാപനങ്ങളുടെ പൊരുൾ എന്താണ്? അദ്ദുനിയാ ജന്നത്തുൽ കാഫിർ,
ദുനിയാവിൽ ആനന്ദം ഉണ്ടാകുന്നത് കാഫിരീങ്ങൾക്കാണ്, മുഅ്മിനീങ്ങൾക്കല്ല. മുഅ്മിനിന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു സിജിനാണ്, ഒരു ജയിലറ പോലെയാണ്. ഒരു മുഅ്മിൻ എപ്പോഴും ഈ ജയിലിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള ആലോചനയിലാണ്. ഈ ജയിലിന് പുറത്തൊരു ലോകമുണ്ട്, ആ ലോകത്തേക്കുള്ള ഒരുക്കങ്ങളിലായിരിക്കും ഒരു മുഅ്മിൻ എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും അവന്റെ ഉള്ളിൽ എത്ര ജയിലിൽ എത്ര ആസ്വാദനങ്ങൾ കിട്ടിയാലും സൗകര്യങ്ങൾ കിട്ടിയാലും മനുഷ്യൻ തൃപ്തനാകില്ല. അവന് പുറത്തേക്കുള്ള ലോകത്തേക്ക് ഒരു പ്രവേശനമുണ്ട്. അതുപോലെ നമുക്ക് പുറത്തൊരു ലോകമുണ്ട്, മരണമില്ലാത്ത ലോകം, അറ്റമില്ലാത്ത ലോകം, സ്വർഗനരകങ്ങളുടെ ലോകം. അറ്റമില്ല, മണിക്കൂറുകളില്ല, മാസങ്ങളില്ല, കൊല്ലങ്ങളില്ല, അറ്റമില്ലാത്ത ലോകത്തേക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഭൂമിയിൽ പണിയെടുക്കുന്നവനാണ് മുഅ്മിൻ. നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് മുഅ്മിനിന് മാത്രം ഉണ്ടാകുന്ന ശീലമാണ് ഖനാഅത്ത്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മുഅ്മിനിനെ കഴിയൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മുഅ്മിനിനെ കഴിയൂ, മറ്റൊരാൾക്ക് കഴിയില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അല്ലെ? നമ്മളിപ്പോ ബസ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ ചാരിയിരുന്ന് ഉറങ്ങും, മനോഹരമായിട്ട് ഉറങ്ങും. എന്നാൽ നമ്മുടെ വീട്ടിലെത്തിയിട്ട് കിടക്കാൻ വിരിപ്പില്ലെങ്കിലോ നമ്മൾ ക്ഷോഭിക്കുകയും ചെയ്യും. കിടക്കാൻ ഒരു വിരിപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്നും പുതിയത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അതേ നമ്മൾ ചിലപ്പോൾ ബസ്സിൽ ഇരുന്ന് ചാരിയിരുന്ന് ഉറങ്ങിയിട്ടുണ്ടാകും. അസൗകര്യങ്ങളെ നമ്മൾ തൃപ്തിപ്പെടും. എപ്പോഴാണ് ഇത് താൽക്കാലികമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് അസൗകര്യങ്ങളെ തൃപ്തിപ്പെടാൻ കഴിയും. എന്നാൽ ചെറിയ മക്കളെ നമ്മൾ ട്രെയിനിൽ കൊണ്ടുപോയാൽ ആ കുട്ടികൾ കരയും. അവരെ കിടത്തിയാൽ അവർക്ക് ഉറക്കം വരില്ല. എന്തുകൊണ്ട്? അവര് വീട്ടിലെ കിടത്തമാണ് അവർക്ക് ശീലം. അതും കിടത്തമാണ്, ഇതും കിടത്തമാണ്. ഇത് തീവണ്ടിയാണ്, അത് വീടാണെന്ന് അവർക്കറിയില്ല. ഇത് താൽക്കാലികമാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. പൊരുത്തപ്പെടാൻ കഴിയണമെങ്കിൽ ഇത് താൽക്കാലികമാണെന്ന് അറിയണം. താൽക്കാലികമാണെന്ന് ഈമാനുള്ളവനെ ബോധമുണ്ടാകും. ഈ ദുനിയാവ് താൽക്കാലികമാണെന്ന് ബോധമുള്ളവൻ മുഅ്മിൻ മാത്രമാണ്. അപ്പോൾ അവന് നിരാശയില്ല. ഏത് പരിമിതികളും അവൻ സഹിക്കും, ഏത് പരിമിതികളിലും അവന് പൊരുത്തപ്പെടും. റബ്ബനിക്ക് നൽകിയതാണ്. ഇത് കഴിഞ്ഞിട്ടൊരു ലോകമില്ലേ, ആ ലോകത്തേക്ക് വേണ്ടി ഞാൻ കരുതി വെക്കുന്നു എന്ന ബോധമുണ്ടാകും. ഇത് മുഅ്മിനിന് എപ്പോഴും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഭൂമിയിലുള്ള ജീവിതങ്ങളെ കുറിച്ച് അവനെ നിസ്സാരം എന്നേ അവരെ ബോധമുണ്ടാകും. മറ്റൊരാൾ സൗകര്യങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ പറുദീസയിൽ മറ്റൊരാൾ ജീവിക്കുമ്പോൾ അവന്റെ ഒരു തൗഫീഖ് കണ്ടോ എന്ന് തോന്നൂല. എന്തുകൊണ്ട്? മുഅ്മിനിന്റെ ഖൽബിൽ രണ്ടു കൂട്ടർക്കും തോന്നൂല. സമ്പത്തുള്ളവൻ പണം കിട്ടുന്നതിനനുസരിച്ച് ബേജാറാണ്, അധികാരമുള്ളവന് അധികാരം കിട്ടുന്നതിനനുസരിച്ച് ബേജാറാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിൽ സൗഭാഗ്യമായി നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതിനെ കുറിച്ചൊക്കെ അല്ലാഹുവിന്റെ ദീന് പറഞ്ഞത് ഫിത്നയാണ്. ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? മക്കൾ, സമ്പാദ്യം. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഫിത്നയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം ഫിത്നയാണ്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്, നിങ്ങളുടെ മക്കൾ അല്ലാഹുവിന്റെ ഓർമ്മയെ കൊണ്ട് നിങ്ങളെ തടയാതിരിക്കട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? മക്കൾ തടയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, പേരക്കുട്ടികൾ നമ്മുടെ കയ്യിലേക്ക് എത്തിയാൽ നമ്മൾ എന്തൊക്കെ മറക്കും? അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ മറക്കും? അവര് അല്ലേ, ചിലപ്പോ കുട്ടികളെ എഴുന്നേറ്റിരുന്ന് വഴിയിലിരുന്ന് ഇങ്ങനെ കൊഞ്ചുന്ന നേരത്ത് ചിലപ്പോ നമുക്ക് പുറത്തിറങ്ങാനോ പള്ളിയിൽ പോകാനോ തോന്നില്ല. ആനന്ദമാണ് മക്കൾ. ആ മക്കൾക്ക് വേണ്ടി നമ്മളെല്ലാം വിട്ടുകൊടുക്കും. നോക്കൂ, ഭൂമിയിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അധികാരമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അധികാരമാണ്. ഭരണാധികാരം എന്നല്ല, അധികാരം. നാലാളുകൾ കൂടുന്നിടത്ത് ഒരു മേൽക്കോയ്മ എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരാരാണ്? ഏറ്റവും ചുരുങ്ങിയത് വീട്ടിൽ അധികാരമെങ്കിലും ആഗ്രഹിക്കും. എല്ലാ അധികാരങ്ങളും മനുഷ്യന്റെ ഇഷ്ടമാണ്. എന്നാൽ അധികാരങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നഹാ ഖുസിയും വനദാമ. നാളെ ആഖിറത്തിൽ അത് ഏറ്റവും വലിയ ഖേദമായിരിക്കും. ഏറ്റെടുത്ത അധികാരങ്ങൾ ഖേദമാണ്, ഉത്തരവാദിത്വങ്ങളെല്ലാം ഖേദമാണ്, നിങ്ങൾക്ക് നാശമാണ്, നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൂമിയിൽ മനുഷ്യർ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് പരീക്ഷണമായിട്ടാ പറഞ്ഞത്. അല്ലെ, നമ്മളൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യമായ ആളുകളെ കുറിച്ച് പറയുന്ന പദവികൾ നോക്കൂ. പണ്ഡിതൻ, പാണ്ഡിത്യം എന്നത് ആഖിറത്തിൽ ഭാരമാണ്, സമ്പത്ത് ആഖിറത്തിൽ ഭാരമാണ്.
എല്ലാ ഉത്തരവാദിത്തങ്ങളും ആഖിറത്തിൽ ഭാരമാണ്. ആ ഭാരങ്ങളെ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യരെ ഈ ഭൂമിയിലുള്ള ദുന്യവിയായ സൗഭാഗ്യത്തെ കുറിച്ച് കണ്ടാൽ ഒരാളോടും ഈമാനുള്ളവൻ അസൂയ വരില്ല. അധികാരം സ്വീകരിച്ചവന് റബ്ബേ ഞാൻ മറുപടി പറയണല്ലോ എന്ന് പേടിയാൽ, സമ്പത്ത് സ്വീകരിച്ചവന് റബ്ബേ ഞാൻ ഇതിനെ കണക്ക് പറയാതെ കടക്കാൻ കഴിയില്ലല്ലോ എന്ന് പേടിയാൽ, എല്ലാവർക്കും പേടിയുണ്ടാകണം. ഇതൊന്നുമില്ലാത്തവൻ അവനെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എന്നാൽ അസൂയപ്പെടുന്ന മനുഷ്യർ, മുഅ്മിനിന്റെ അസൂയ എന്തിനെ കുറിച്ചാണ്? മുഅ്മിനിന്റെ അസൂയ ആരെ കുറിച്ചാണ്? അത് ഉമർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് തങ്ങളോട് അസൂയ ഉണ്ടായതുപോലെ, അസൂയ എന്ന് ഭാഷാപരമായി പറഞ്ഞതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായതുപോലെ എന്തായിരുന്നു അസൂയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിക്ക് ശേഷം വന്ന് ഏത് നന്മയെ കുറിച്ച് ചോദിച്ചാലും അതിന്റെ മുമ്പിൽ സിദ്ദീഖ് തങ്ങൾ ഉണ്ടാകും. ഇന്നാരാണ് രോഗിയെ സന്ദർശിച്ചത്? അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റെഡിയാണ്. ഇന്നാരാണ് സദഖ കൊടുത്തത്? ആരാണ് ഇന്ന് പ്രത്യേകമായി ഇന്ന അമൽ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കാര്യം ചോദിച്ചാലും അതിന്റെ മുമ്പിൽ കൈ ഉയർത്താൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടാകും. അവിടെയാണ് സിദ്ദീഖ് തങ്ങൾക്ക് സിദ്ദീഖ് തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ഹിബ്ബത്തുണ്ടായത്, കൊതിയുണ്ടായത്. അതുപോലെ ഞാനൊന്നും ആയെങ്കിലെന്ന്. ചില നിസ്കാരക്കാരെ കാണുമ്പോൾ നമ്മൾ കൊതിച്ചു പോകും, അങ്ങനെയൊന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്. ചില ഖുർആൻ ഓതുകാരെ കാണുമ്പോൾ നമ്മൾ കൊതിച്ചു പോകും, അങ്ങനെയൊന്ന് ഓതാൻ കഴിഞ്ഞെങ്കിലെന്ന്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അസുഖങ്ങൾ വരും, കണ്ണിന് വെള്ളെഴുത്ത് വരും, ഖുർആൻ മറിച്ച് ഓതാൻ കഴിയാതെ വരും. തസ്ബീഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഉറക്കം തോന്നുന്ന അസുഖങ്ങൾ വരും. മനുഷ്യന് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോ എത്ര തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നന്മകൾ ചെയ്യാൻ കഴിയാത്ത ശാരീരിക അവശതകൾ വരും. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ റബ്ബേ എനിക്ക് ഇതുപോലെയൊന്ന് സാധിച്ചിരുന്നുവെങ്കിൽ എന്ന കൊതി, ആ കൊതിയാണ് മുഅ്മിനായ മനുഷ്യന്റെ അസൂയ. മുഅ്മിനായ മനുഷ്യനുണ്ടാകട്ടെ. നോക്കൂ, മുഅ്മിനായ മനുഷ്യന് ഒരു ഇബാദത്തുകളെ കുറിച്ചുള്ള കൊതിയാണ് അവന്റെ ജീവിതത്തിലുള്ളൂ എങ്കിൽ, അവൻ ഈ ഭൗതികമായ അലങ്കാരങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ പ്രധാനമല്ലെങ്കിൽ, ഇതൊന്നും പ്രധാനമല്ലെങ്കിൽ അവന് പിന്നെ ഈ ഭൂമിയിൽ ഒരാളോട് നീരസം ഉണ്ടാകില്ല, ഒരാളോട് അസ്പൃശ്യതയുണ്ടാകില്ല, ഈർഷ്യതയുണ്ടാകില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിന് ഖൽബിൽ നമുക്ക് യഖീൻ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരു ദിവസം അസ്ർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാൻ സമയമായ നേരത്ത് സ്വഹാബികളോട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി മാ ബഖിയ മിൻ ദുനിയാകും ഇല്ലാ കമാ ബഖിയ മിൻ യൗമികും ഹാദാ. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് അവശേഷിക്കുന്നത് എത്ര കൊല്ലം മുമ്പ്? 1400 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയാൻ, കണ്ടോ സൂര്യൻ അസ്തമിക്കാനായി, ഈ പകൽ കഴിയാനായി. നോക്കൂ, ഈ പകലിൽ നിന്ന് ഇനി എത്രയാണോ ബാക്കിയുള്ളത് അത്രമാത്രമാണ് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത്. ഈ ദുനിയാവിൽ അത്രയേ ഉള്ളൂ. പറയുന്നത് എപ്പോഴാണ്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഇപ്പൊ പറയുകയാണെങ്കിലോ ദുനിയാവ് അത്രയേ ഉള്ളൂ. ഒരു മഗ്‌രിബിനോടടുത്ത നേരത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോ ഒന്ന് കണ്ണ് മിഴിച്ച് നോക്കിയിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് സൂര്യനെ കാണുന്നില്ല. ഇതുപോലെയാണ് ദുനിയാവിലെ മനുഷ്യന്റെ ജീവിതം. കഴിഞ്ഞു. ദുനിയാവിനൊരു അജലുണ്ട്, ദുനിയാവിനൊരു പ്രായമുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളാണ്. ആ പ്രായം കഴിയാനായിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൊല്ലം മുമ്പാണ്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതത്തിൽ അവന് കൃത്യമായ നിർണയങ്ങൾ ഉണ്ടാകണം. മുഅ്മിനും കാഫിറും തമ്മിലുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന നേരത്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രകടനങ്ങൾ. ഒരു യഥാർത്ഥ വിശ്വാസിയുടെയും വിശ്വാസത്തിൽ പിഴച്ചുപോയവന്റെയും മരണനേരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വന്നാസിആതി ഖറഖാ വന്നാശിതാതി നശ്ഖാ. 2 മരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അസ്രാഈൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നിട്ട് 2 തരം റൂഹുകളെ പിടിക്കുമെന്നാണ്. ഒന്ന് വന്നാസിആതി ഖറഖാ, പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ വെളിയും പറിച്ചെടുക്കുന്ന പോലെ നമ്മുടെ പച്ച ശരീരത്തിൽ നിന്നും മാംസത്തെ ഇങ്ങനെ ഓരോ കഷ്ണമായി പറിച്ചെടുക്കുന്ന പോലെ
അങ്ങനെ പറിച്ചെടുക്കുന്ന റൂഹിനെ പിടിക്കുന്ന പണി അസ്രായീൽ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു തരം റൂഹ് പിടിക്കലുണ്ട്. മറ്റു റൂഹ് പിടുത്തമോ വളരെ ശാന്തമായി, ശരീരമറിയാതെ ആരുമറിയാതെ നല്ല പുഞ്ചിരിയോടെ കിടക്കുന്ന ഒരു മരണം, പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു മരണം. രണ്ടു തരം മരണങ്ങൾ മുഅ്മിനീങ്ങൾക്കുണ്ടെന്നാണ്. നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മരണങ്ങളിൽ മുഅ്മിനായ മനുഷ്യന്റെ ഈ ശാന്തമായ മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആയി കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗമുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷെ വാക്കിന് ഹദീസിന് ഒരു ഗൗരവമുണ്ട്. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആവണം, അത് ആക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവസാനത്തെ വാക്കാകേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയാം. ആർക്കാണ് അറിയാത്തത്? മരണത്തിന്റെ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മതിയിലെ എന്നാൽ സംശയമുള്ളത്. പക്ഷെ എത്ര പേർക്ക് അങ്ങനെ കലിമ ഉച്ചരിക്കാൻ കഴിയുന്നുണ്ട്? ഭൂമിയിലെ ഏത് മുസ്ലിമിനാണ് അറിയാത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവസാന വാക്കാകേണ്ടത് എന്ന്? പക്ഷെ ആർക്കാണ് അവസാനം അത് പറയാൻ കഴിയുന്നത്? എത്ര പേർക്ക് പറയാൻ കഴിയും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവസാനം പറയണം എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അത് ആയി വരണം. അത് സ്വാഭാവികമായി ആയി വരലാണ്. മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ നേരിടുന്ന ഏറ്റവും വലിയ മുസീബത്താണ്. മുസീബത്തുകൾ സംഭവിക്കുന്ന നേരത്ത് നമ്മളുടെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ നേരത്തെ പ്ലാൻ ചെയ്ത വാക്കുകളല്ല. നമ്മുടെ ശരീരം കൊണ്ടുപോയി കാല് പോയിട്ട് ഒരു കല്ലിൽ പോയി വെച്ച് കുത്തിയായി നല്ല വേദനയാണ്. ആ വേദനയുള്ള നേരത്ത് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാ, പടച്ചോനെ, ഉമ്മ, അയ്യോ. ഏത് വാക്കാണ്? അത് പ്രീ പ്ലാൻഡ് അല്ല. ഏത് വാക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് സ്വാഭാവികമായി വരുന്ന ഒരു വാക്കാണ്. എന്തുകൊണ്ട്? നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയായിരിക്കും മരണമുണ്ടാവുക. ഒരാളുടെ ജീവിതം നല്ല സ്വലാഹിയത്തിലാണോ എങ്കിൽ അവസാന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നുപോകും. അങ്ങനെ വരലാണ് ഈമാനുള്ള മരണം. അല്ലാഹു നമുക്ക് നൽകട്ടെ. മരണമെന്ന മുസീബത്ത് നമ്മിലേക്ക് വരുമ്പോ അതിന്റെ അവസാന സെക്കൻഡിൽ പോലും നമ്മുടെ വിശ്വാസം എന്താണ്? ഇത് മരണമല്ല, ഇതെന്റെ മരണമല്ല, ഞാൻ മരിക്കാനായിട്ടില്ല. അവസാന സെക്കൻഡ് നേരത്തും മുഅ്മിനിന്റെ വിശ്വാസം അതായിരിക്കും. നാളത്തെ സുബഹിന്റെ മുമ്പ് മരിക്കേണ്ടവനാണ്. അതിന്റെ ഒരുക്കങ്ങൾ ശരീരം കാണിക്കുന്നുണ്ട്. പലയിടത്ത് വേദനകളുണ്ട്, പുറം വേദനയുണ്ട്, കൈപ്പടലിയിൽ വേദനയുണ്ട്. അവൻ പറയും അതൊരു ഗ്യാസിന്റെ വേദനയാണ്, അതൊരു ഗ്യാസിന്റെ വേദനയാണ്. ശരീരം ഇങ്ങനെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നുണ്ട്. ഭാര്യയോട് പറയും നല്ല ചൂടുണ്ട്, ഉഷ്ണം, ഒരു വെള്ളം കൊണ്ടുവാ. വെള്ളം കൊണ്ടുവന്നത് കുടിച്ച്, ഇല്ല ഞാൻ മരിക്കാനായിട്ടില്ല, മരണം എന്നതിനെ കുറിച്ച് പറയുക പോലുമില്ല നമ്മൾ. ഇത് മരണമല്ല, മരണമല്ല, മരണമല്ല എന്ന് ഞാൻ എന്റെ നെഫ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതൊരു ഗ്യാസാണ്, ഇതൊരു വേദനയാണ്, ഇത് വെള്ളം കുടിച്ചാൽ മാറും, ഇത് ഗുളിക കഴിച്ചാൽ മാറും എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അസ്രായീൽ എടുത്തു കൊണ്ടുപോകുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ മുസീബത്തിനെ എന്റെ കൽബും റൂഹും കണ്ണും കാണുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാക്ക് പറയാനുള്ള ബോധം കൽബിൽ ഉണ്ടാവൂല. അത് ബോധമുണ്ടാവൂല. അത് സ്വാഭാവികമായി പറയണം. അത് കലിമത്തിലായി ദിക്റിലായി ജീവിച്ച മുഅ്മിനാണെങ്കിൽ അവനറിയാതെ ആ വാക്കുകൾ ഇങ്ങനെ വന്നു പോകും. ഉറക്കത്തിൽ പറയുന്ന പോലെ അവന്റെ ഹൃദയത്തിന്റെ ഒരു മുദ്രാവാക്യമായിട്ട് അത് ഇങ്ങനെ വരുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ട് മരണങ്ങൾ, മുഅ്മിനിന്റെ മരണവും കാഫിറിന്റെ മരണവും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തതനസ്സലു അലൈഹിം ثم استقاموا تتنزل عليهم الملائكة. മരണനേരത്ത് മലക്കുകൾ വന്നിറങ്ങിയിട്ട് ആനയിച്ചു കൊണ്ടുപോകുന്ന മരണമുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാഇ റഹ്മഹുല്ലാഹ് സുബ്ഹിന്റെ നേരത്ത് സുബ്ഹിന്റെ ബാങ്കിന്റെ ഓരോ കലിമത്തുകൾക്ക് ഉത്തരം പറഞ്ഞ് അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് ജവാബ് പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ദിക്റിൽ ജീവിച്ചവർക്ക് ദിക്റിൽ മരണമാണ്. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് ഈ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പൊതുപ്രവർത്തനത്തിലൂടെ ആത്മീയതയിലൂടെ ശോഭിച്ച മഹാനരാണ്. ആ മഹാനരെ മരണത്തിന് വേണ്ടി സ്വീകരിക്കാൻ മക്കത്തേക്ക് കൊണ്ടുപോയി.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത്. അന്യദേശക്കാര് മരിച്ചാൽ ജന്നത്തുൽ മുഅല്ലയിൽ ഖബറടക്കുന്ന പതിവില്ല. അവിടെ മറ്റു അന്യദേശക്കാർക്ക് വേണ്ടി മാത്രമുള്ള മഖബറകൾ ഉണ്ടെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഇടമുണ്ടായത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം ജീവിച്ച മനുഷ്യർക്ക് അല്ലാഹു തആല കൊണ്ടുപോയി ഇഷ്ടഭൂമികൾ അവർക്ക് വേണ്ടി സജ്ജമാക്കി കൊടുക്കുകയാണ്. എന്നാൽ ഭൂമിയിൽ എത്ര മനുഷ്യരെ മരണപ്പെട്ടിട്ട് പൊടി പോലും കാണാതെയായ മനുഷ്യരുണ്ടായിട്ടില്ല. മരണമാണ് പ്രധാനം. മരണമാണ് അവസാനത്തെ ഗ്രേഡ് നിശ്ചയിക്കുന്ന അവസാന പരീക്ഷ മരണമാണ്. എല്ലാവരും ആക്ഷേപിക്കപ്പെട്ടിരുന്ന, എല്ലാവരും എല്ലാ എതിർപ്പുകളെ കൊണ്ട് മൂടപ്പെട്ടിരുന്ന ധാരാളം ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വഹാബികൾ, ദുർബലരായ, ഭീകരോംശജരായ, ദരിദ്രരായ സ്വഹാബികൾ ഈമാനോടെ അള്ളാഹുവിന്റെ പക്കൽ ഉന്നത വിജയിക്കുന്നവരായിട്ട് മരിച്ചുപോയി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അർശ് വിറച്ചുപോയി. സഅദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോഴാണ് ആ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ തള്ളവരിൽ മാത്രം ഭൂമിയിൽ തട്ടിയിട്ടാ നടന്നുപോയത്. എന്താ കാരണം പറഞ്ഞത്? 70,000 മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് ജനാസയെ അനുഗമിക്കാൻ. ആ മലക്കുകളുടെ തിരക്ക് കാരണമാണ് സഅദ് റളിയല്ലാഹു അൻഹു ജനാസ കൊണ്ടുപോകുമ്പോ തള്ളവരിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയത്. ഖുറൈശികൾ കളിയാക്കിയിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ. ഗോത്ര യുദ്ധത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഷഹീദായ സ്വഹാബിയാണ്. സഅദിന്റെ ജനാസ കൊണ്ടുപോകാൻ ആളുകളില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത്, സഅദിന്റെ ജനാസ കൊണ്ടുപോകാൻ എന്തിനാ മനുഷ്യര് 70,000 മലക്കുകളല്ലേ ഇറങ്ങിയിരിക്കുന്നത്. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഭയം വേണ്ട, ദുഃഖം വേണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങൾ ആനയിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണം കഴിഞ്ഞ് ഖബറിലേക്ക് എത്തിയാലോ, ഖബറും 2 തരം ഖബറുകളുണ്ട്. മരണത്തെ ജനാസയെ കൊണ്ടുപോകുമ്പോൾ 2 തരം കൊണ്ടുപോകലുകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ജനാസ കൊണ്ടുപോകുമ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ, നല്ല മനുഷ്യരുടെ ജനാസയാണെങ്കിൽ ആ ജനാസ കട്ടിൽ പിടിക്കുന്നവരോട്, അനുഗമിക്കുന്നവരോട് പറയുമത്രേ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഒന്ന് വേഗം കൊണ്ടുപോകും, എന്നെ വേഗം ഒന്ന് ഖബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് ചുമരിലേറ്റിയ ആളുകളോട് ജനാസ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അത് സ്വാലിഹത്തല്ലെങ്കിൽ ആ ജനാസ വീട്ടിൽ നിന്ന് എടുക്കുന്ന നേരം മുതൽ ആ വീട്ടുകാരോട് പറയുമെന്ന്, യാ വൈലഹാ ഐന യദ്ഹബൂൻ, യാ വൈലഹാ ഐന യദ്ഹബൂൻ, എന്തൊരു കഷ്ടമാണ്, എന്തൊരു നാശമാണ്, എന്നെ എങ്ങോട്ടാണ് ഈ ആളുകൾ കൊണ്ടുപോകുന്നത്. യസ്മഉ സൗതഹാ കുല്ലു ശൈ ഇല്ലൽ ഇൻസാൻ വലൗ സമിഅൽ ഇൻസാനു ലസഇഖ, ആ ജനാസ മയ്യത്ത് ഈ അലറി വിളിക്കുന്ന വിളിയെ മനുഷ്യനല്ലാത്ത ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്, വലൗ സമിഅൽ ഇൻസാൻ, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ ലസഇഖ, അവൻ ബോധരഹിതനായി വീണുപോകുമായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖദ്ദിമൂനി എന്ന് ആനയിക്കാൻ പറയുന്ന ജനാസകളുണ്ട്. ആ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖബറിൽ 2 തരം ഖബറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിലേക്ക് ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കപ്പെട്ടാൽ അവിടെ ആദ്യമായി കടന്നു വരുന്നത് മലക്കുകളാണ്. ആ മലക്കുകൾ ഈ മുഅ്മിനായ മനുഷ്യനോട് അവന്റെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ മുഅ്മിനായ മനുഷ്യൻ അവന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഞാൻ ഷഹാദത്തിൽ വിശ്വസിച്ചവനാണ്, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. ഓരോ വിചാരണകൾ കഴിയുമ്പോ സുമ്മ യുഫസ്സഹു ലഹു ഫീ ഖബ്രിഹി 70 ദിറാഅ, അവന്റെ ഖബർ 2 ഭാഗത്തേക്കായി 70 മുഴം നീളം വിസ്തൃതിയിലാക്കപ്പെടുമെന്നാണ്.
എന്നിട്ട് ഈ ഖബറാളി പറയും, നിങ്ങൾ എന്റെ അഹ്ലുകാരോട് പോയിട്ട് പറഞ്ഞു കൊടുക്കണം എനിക്ക് ലഭിച്ച ഈ സൗകര്യത്തെ കുറിച്ച്. ഖബറിലേക്ക് വന്ന മലക്കുകൾ പറയും, ഉറങ്ങിക്കൊള്ളുക. ഒരു മണവാളൻ ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കൊള്ളുക. എന്താണ് മണവാളന്റെ ഉറക്കത്തിന്റെ പ്രത്യേകത? എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലദീ ലാ യുഖിദുഹു ഇല്ലാ അഹബ്ബു അഹ്ലിഹി ഇലൈഹി. ഒരു പുതുമാരൻ എപ്പോഴാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്? അവന് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ പ്രിയപ്പെട്ടവൾ അവനെ വിളിക്കുമ്പോഴാണ്. അങ്ങനെ പ്രിയപ്പെട്ടവർ വിളിക്കുന്നത് വരെ ഉറങ്ങിക്കൊള്ളുക. ആരും പിന്നെ ഡിസ്റ്റർബ് ചെയ്യുവാൻ അവിടെ വരുന്നില്ല, ഒരു ശല്യവും അവിടെയില്ല. ആരാണ് പിന്നെ പ്രിയപ്പെട്ടവർ വിളിക്കാൻ വരുന്നത്? അത് നാളെ ആഖിറത്തിലേക്കുള്ള വിളിയാണ്, മഹ്ശറിലേക്കുള്ള വിളിയാണ്, അത് സ്വർഗ്ഗലോകത്തേക്കുള്ള വിളിയാണ്. അതുവരെ ഉറങ്ങിക്കൊള്ളുക. ഇതേ ഹദീസിന്റെ ശേഷം അല്ലാഹുവിന്റെ തിരുദൂതര് പറയുന്നു, എന്നാൽ കാപട്യ വിശ്വാസവുമായി നടന്ന ആളുകളാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് വന്നിറങ്ങിയിട്ട് ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഭൂമിയോട് പറയും, ഇവനെ പിടികൂടിക്കൊള്ളുക, അവന് അണച്ചു പിടിച്ചുകൊള്ളുക. ആ ഖബറിന്റെ രണ്ടു ഭാഗത്തുള്ള ഭൂമിയും അവരെ ഇങ്ങനെ കോർക്കുമെന്നാണ്. നമ്മളുടെ ആ മനുഷ്യന്റെ വാരിയല്ലുകൾ പരസ്പരം ഇങ്ങനെ ഇറുകും. അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഏതുവരെ? ആ ഖബറിൽ നിന്നവനെ നാളെ മഹ്ശറിലേക്ക് അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുപോകുന്നത് വരെ ഈ ഖബറിൽ പണി തുടരുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയും നമ്മുടെ ആശ്രിതരായ ആളുകളുടെയും ഖബറുകൾക്ക് അല്ലാഹു വിശാലത നൽകട്ടെ. നമ്മൾ ഖബറിന് വിശാലത നൽകട്ടെ എന്ന് നമ്മൾ നടത്തുന്ന ഈ ദുആയുടെ ഉള്ളടക്കം ഇതാണ്. ആ ദുആയുടെ ഉള്ളടക്കം ഇതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോ ഘട്ടത്തിലും മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ ആലോചനയിൽ ഉണ്ടാകേണ്ടത്, അവൻ നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന ഓരോ സമയങ്ങളും ആ സെക്കൻഡുകളും, ഈ റമദാനിന്റെ സെക്കൻഡുകൾ അടക്കം നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കേണ്ട സമയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ ദിവസത്തെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ദിവസം മുഅ്മിനായ മനുഷ്യരോട് പറയുമെന്നാണ്, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ ഇതാ പോകുന്നു. വൈകുന്നേരമായാൽ ഓരോ ദിവസവും നമ്മളോട് പറയാൻ, ഞാൻ പോവാണ്, ഇനി ഖിയാമത്ത് നാൾ വരെ ഞാൻ നിങ്ങൾക്കില്ല. ഇന്നത്തെ 24 മണിക്കൂർ പോയി, ഖിയാമത്ത് നാൾ വരെ ഞാൻ നിങ്ങളിലേക്ക് വരില്ല എന്ന് ഓരോ ദിവസവും മുഅ്മിനായ മനുഷ്യരോട് പറയുമെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ട് കണ്ടിരുന്നത് സമയത്തെ ആയിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, സ്വർഗവാസികളായ ആളുകൾക്ക് പോലും ഖേദമുണ്ടാകുമെന്നാണ്. സ്വർഗത്തിലുള്ള ആളുകൾക്ക് പോലും ഖേദം. മുഅ്മിനീങ്ങളാണ്, സ്വർഗത്തിലാണ് എത്തിയിട്ടുള്ളത്, പക്ഷെ ഖേദമുണ്ട്. എന്തിനെ കുറിച്ച് ആ ഖേദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ ശൈഇൻ ഇല്ലാ അലാ സാഅത്തിൻ മർറത് ബിഹിം ലം യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫിഹാ. സ്വർഗത്തിലാണ് ഉള്ളത്, പക്ഷേ ആ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ ഉയർന്ന പദവികൾ ഇങ്ങനെ കാണുമ്പോൾ, റബ്ബേ, ഞാൻ ആ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ കൂടി ഞാൻ ഇബാദത്തിലായിരുന്നുവെങ്കിൽ ആ പദവിയും എനിക്ക് നേടാമായിരുന്നല്ലോ എന്ന ഖേദങ്ങൾ മുഅ്മിനായ മനുഷ്യനുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സ്വലാഹ സ്സആതി വൽ ബറകത ഫിൽ ഔഖാത്ത്. സമയത്തിൽ ബർക്കത്ത് ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ദുആരക്കാരുണ്ടായിരുന്നു. എന്ന് സമയത്തിൽ ബർക്കത്തുണ്ടാകണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാറുണ്ടായി. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം പണിയെടുത്ത് ക്ഷീണിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനായി ഇങ്ങനെ കഷ്ടപ്പെടുന്ന, നാളേക്ക് നീട്ടിവെച്ചൂടെ, ഈ പണി ബാക്കി നാളെ ചെയ്തൂടെ? അപ്പൊ പറഞ്ഞു, ഇന്നി ലയുഈനി അമലു യൗമിൻ വാഹിദിൻ, എന്റെ ഒരു ദിവസത്തെ അമല് തന്നെ, ആ അമല് തന്നെ എനിക്ക് പകരമായി റബ്ബിന്റെ വക്കിൽ എനിക്ക് സാക്ഷിയായിട്ട് മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ്?
യൗമിൻ വാഹിദ്. പിന്നെ എങ്ങനെയാണ് ഒറ്റ ദിവസത്തെ അമൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ അമൽ, ഈ ഒരു അമൽ തന്നെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, പിന്നെ എങ്ങനെയാ ഞാൻ നാളേക്ക് പ്രതീക്ഷ വെക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഖേദം എപ്പോഴാണെന്നറിയോ? ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് എനിക്ക് ഖേദമുണ്ടാകുന്നത്. ആ ദിവസം അസ്തമിക്കുമ്പോൾ ഞാൻ എന്റെ ഖൽബിനോട് പറയും, ഇതാ ഈ അസ്തമയത്തോടു കൂടി എന്റെ ആയുസ്സിൽ നിന്നൊരു ദിനം കുറഞ്ഞു. വലം യസിദ് ഫീഹി അമലി, പക്ഷെ അമൽ എന്താ കൂടിയത്? ഒരു അമലും എനിക്ക് കൂടിയില്ലല്ലോ. ഇന്നലത്തേതിനേക്കാൾ ഇന്ന് തെറ്റുകൾ കൂടി, നന്മ കൂടിയില്ലല്ലോ. എന്റെ അവധിയാണെങ്കിൽ കുറഞ്ഞു പോവുകയും ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഓരോ ദിവസ അസ്തമയത്തിന്റെ നേരത്തും എനിക്ക് ഖേദമാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങൾ നമ്മുടെ സൽക്കർമ്മങ്ങളിലും തടയുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിശാചിന്റെ ശർറിനെ തൊട്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ കാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പറഞ്ഞതും ചൊല്ലിയതും ഓതിയതും ഒക്കെ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ കുറവുകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. അവശേഷിക്കുന്ന സമയങ്ങളിൽ നിന്റെ ത്വഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ ബദ്രീങ്ങളുടെ അനുസ്മരണത്തിന്റെ വേളയാണ്. അല്ലാഹുവേ, ദുനിയാവിന്റെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഈമാന് കൊണ്ട് ഉറച്ചു നിൽക്കണമെന്ന പാഠമാണ് ബദ്രീങ്ങൾ നൽകിയത്. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങളുടെ അവശേഷിക്കുന്ന ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഞങ്ങൾക്ക് വരികയെന്നറിയില്ല. ഏത് പരീക്ഷണങ്ങളിലും ഈമാനിനെ ഞങ്ങൾക്ക് നീ ഉറപ്പിക്കണേ അല്ലാഹ്. ഹറാമുകൾ ഞങ്ങൾക്ക് ആനന്ദമാക്കല്ല അല്ലാഹ്. സുന്നത്തുകൾ ഞങ്ങൾക്ക് ആനന്ദമാക്കണേ അല്ലാഹ്. ഏത് പരീക്ഷണങ്ങളിലും സബർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പ്രവാസികളായ സഹോദരങ്ങള്, ലോക രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങളൊക്കെ വലിയ ഭീതിയിലും വേദനയിലുമാണ്. അല്ലാഹുവേ, അധികാരികൾ അവരുടെ അധികാരം ഉപയോഗിച്ച് ആക്രമിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, നീ കാവൽ നൽകണേ അല്ലാഹ്. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. യുദ്ധത്തിന്റെ ഭീതിയിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു യുദ്ധം വന്നാൽ അത് താങ്ങാനുള്ള ശേഷിയൊന്നും പുതിയ സമൂഹത്തിനില്ല റഹ്മാനെ, ഞങ്ങൾക്കില്ല അല്ലാഹ്. യുദ്ധക്കെടുതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജോലികൾക്ക് സംരക്ഷണം കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രദേശങ്ങളിൽ സംരക്ഷണം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹറമൈനി ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ ഭൂമികൾക്ക് നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാഹ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കുദറത്തിന്റെ ഖഹ്രിയത്തിന്റെ അടയാളങ്ങൾ അവരിൽ നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അവസാനം കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇബാദത്തുകൾക്ക് വേണ്ടി സമയങ്ങളെ നീക്കിവെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാമുകളിലേക്ക് വഴിതെറ്റിക്കുന്ന പിശാചിന്റെ ദുർബോധനങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നഫ്സിനെ നിയന്ത്രിക്കാൻ, ശരീരത്തെ നിയന്ത്രിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇബാദത്തുകളും സ്വലാത്തുകളും ഞങ്ങൾക്ക് ഒരു ആനന്ദമാക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഒരു ആവേശമാക്കണേ അല്ലാഹ്. അതൊരു ഖുർറത്ത് ഐനാക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈമാനിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ തലമുറയിലോ ബന്ധത്തിലോ പരിചയത്തിലോ പെട്ട ഒരാളും ഈമാനിൽ നിന്ന് തെറിച്ചുപോയി എന്ന ഒരു വാർത്ത കേൾക്കേണ്ട ദുരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ തലമുറകളുടെ ഈമാനിനെ കരുത്തേക്കണം റഹ്മാനെ. ഞങ്ങളുടെ നാടിനെ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.